ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു വെറുതെ ഒരു വീട്ടിലിരുന്ന് ബോറല്ല നമ്മുടെ സിറ്റിയിൽ വണ്ടിയിലിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ നേരെ ബ്ലൂ ബോയ് എടുത്തിട്ട് ട്രോപ്പിക്സിലേക്ക് വിട്ടു. അപ്പോൾ ട്രോപ്പിക്സ് നമ്മളെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ രാവിലെ വന്നാണ് ട്രോപ്പിക്സൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോകണം. അതിന് പിന്നെ നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. ആകാശമൊക്കെ കാണാൻ പിന്നെ ഒരു തണുപ്പുള്ള ടൈപ്പ് വെയിൽ, അങ്ങനത്തെ ഒരു വെയിൽ. അപ്പോൾ ആ വെയിലത്ത് നമ്മൾ കുറച്ചൊന്ന് ഈവനിങ് റൈഡ് പോകാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബ്ലൂ ബോയ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ടെമ്പിളിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇതാ ടെമ്പിൾ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ടെമ്പിളിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ വാട്ടർഫാളൊക്കെ കണ്ട്, അതാണല്ലോ ഇവിടുത്തെ രണ്ട് മെയിൻ സ്പോട്ട് ട്രോപ്പിക്സിലെ. അപ്പോൾ എൻ്റെ മെയിൻ സ്പോട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ട് നേരെ നമുക്ക് തിരിച്ച് നമ്മളെ സിറ്റി വണ്ണിലേക്ക് വീട്ടിലേക്ക് പോകാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഇവിടെ ടെമ്പിളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലൂ ബോയിൻ്റെ സെയിലിനെ പറ്റി ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആരും റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പം പറ്റുന്നതും വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ കൊടുക്കാം. അപ്പം എല്ലാവരും പറ്റുന്നൊക്കെ, അതായത് ഒരു 65,000 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1,00,000 താഴെ സിവിക്ക്, അത് ഈ സിവിക്ക് 21,000 രൂപയുള്ളൂ. പക്ഷെ എന്നാലും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിവിക്കുമ്മേ. അതുകൊണ്ട് ആണ് നമ്മൾ 65,000 രൂപയ്ക്ക് കൊടുക്കുന്നത്. ശരിക്കും ഈ സിവിക്കിനൊക്കെ കൂടിപ്പോയാൽ 42,000 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തതുകൊണ്ട് നമ്മളൊരു 65,000 രൂപയ്ക്ക് കൊടുക്കുന്നു. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഫോളോവേഴ്സ് ആണെങ്കിൽ നമ്മൾ 10,000 രൂപ ഡിസ്കൗണ്ടിൽ 55,000 രൂപയ്ക്കാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കാം ഇൻസ്റ്റയിൽ. ഇത് ടെമ്പിളൊക്കെ കണ്ടു. ടെമ്പിളിൽ നിന്ന് ഈ സൈഡിൽ കുറേ മിനി ടെമ്പിൾ പോലെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ആർക്കിടെക്ചർ നല്ലൊരു ഷേപ്പൊക്കെ നല്ലൊരു രസമാണ് ഈ ടെമ്പിളിൻ്റെ കാണാൻ. പിന്നിപ്പോൾ ഈ മരം, ഈ ടെമ്പിളത്തെ ഈ നടുവിലുള്ള ഒരു മരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അതിന് എപ്പോഴും ഇങ്ങനെ ഈ ഒരു മരം എപ്പോഴും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് പറയും വേണ്ട, അത്രയും ഭംഗിയുണ്ട്. ഒരു വെയിലൊക്കെ അതിൻ്റെ സൈഡിലൂടെ അടിച്ചിട്ട് നല്ലൊരു ഫ്രഷ് ലുക്ക്, നമുക്കൊരു ഫ്രഷ് ലുക്കും നമുക്കൊരു ഫ്രഷ് ഫീലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം? വാട്ടർഫാളിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ വാട്ടർഫാളിലേക്കുള്ള ലൊക്കേഷനൊക്കെ വെക്കണം, എന്നിട്ട് വേണം പോകാൻ. അപ്പം എവിടെ ലൊക്കേഷൻ? വാട്ടർഫാൾ എവിടെ? വാട്ടർഫാളേ ഇവിടെ അല്ലായിരുന്നു. അല്ല, ഇവിടെ ഇല്ല, സോറി മാറിപ്പോയി. ഇവിടെ അതന്നെ, ഇവിടെ തന്നെ, ഇവിടെയാണ് വാട്ടർഫാൾ. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. പിന്നെ കുറച്ച് നേരം മ്യൂസിക് കേൾക്കാം. Sin amor, vos tan cruda, yo al galope y sin razón. Nos fuimos a sembrar un vivero sin color y una lluvia inundó lo que quedó. Igual te invité a vivir al palacio del terror. Yo vivía dentro de un caparazón. Nos soltamos de la mano aquella vez. Vi tu espalda y un infierno comenzó. Hicimos todo mal y ese beso lo valió. Hagamos algo bien y te doy mi corazón. Hicimos todo mal y ese beso lo valió. Hagamos algo bien, grita un pobre corazón. Ok, yo te crucé después por las calles del dolor. Vos tan linda y yo volví a ver el sol. Nos tomamos de la mano aquel. ഗൈസ്, അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെ വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട്.
പിന്നെ ഇവിടുന്ന് നേരെ ഇവിടെ അധികം പരിപാടിയൊന്നുമില്ല, കാരണം കാണാനൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നോക്കി അതൊരു മടുപ്പാണ്. അപ്പം എന്താ നമുക്ക് വാട്ടർഫാളൊക്കെ കണ്ടു. ഇതെന്താ വാട്ടർഫാൾ ഇങ്ങനെ ഒരു ഗുമ്മില്ലാതെയാണല്ലോ ഒഴുകണത്. ഈ വാട്ടർഫാളിലേക്ക് എവിടുന്ന വെള്ളം കിട്ടുന്നതാണ് എൻ്റെ ഒരു സംശയം. കാരണം ഒരു പുഴയുള്ള മാപ്പ്, നമുക്ക് റിവറുള്ള മാപ്പൊന്നും ഇതിലെനിക്ക് അതിൻ്റെ അറിവിലില്ല. ഉണ്ട്, പക്ഷെ എന്നാലും കാരണം സീ ലെവലിൻ്റെ അടുത്തൊരു ഇങ്ങനത്തെ വാട്ടർഫാൾ എന്ന് പറയുന്നത് ഒരിക്കലും അധികം പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം പറയാൻ പറ്റില്ലല്ലോ, പ്രകൃതിയല്ലേ. അപ്പം ഏതായാലും നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ ഈവനിങ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഈ ട്രോപ്പിക്കിൽ നിന്ന് മറ്റേ സിറ്റിയിലേക്ക് പോകാനുള്ളൊരു എനർജി ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് റൂമിൽ തന്നെ താമസിച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോൾ പോകാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ നടക്കുള്ളൂ. എനിക്ക് ഏതായാലും എനർജി ഇല്ലയെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പം വണ്ടി നമുക്ക് ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ഇവിടെ ഈ റിസോർട്ടിൽ ശരിക്കും ഒരു പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യണം. അവിടെ ഉണ്ട് തോന്നണം എനിക്ക്, പക്ഷേ ആ പാർക്കിംഗ് ഒന്നുമല്ല കേട്ടോ. ഈ റിസോർട്ടിലേക്ക് വരുന്ന ആളുകൾ അത്രയും കൂടുതലാണ്. കാരണം ട്രോപ്പിക്സിൽ ആകെ ഒരൊറ്റ റിസോർട്ടേ ഉള്ളൂ, അതും നല്ല അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ആൾ കൂടാതിരിക്കില്ലല്ലോ. അതായത് നമുക്ക് ഏതായാലും വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും സീനാവാണേ ആവട്ടെ, നമുക്ക് ഏതായാലും സെക്യൂരിറ്റി വരികയാണെങ്കിൽ നമുക്കൊന്ന് പറയാം. ഈ പൂളൊക്കെ ഉണ്ട്, പൂളിൽ ചാടണം എന്നുണ്ട്, പക്ഷെ ഞാൻ കുളിച്ചിട്ടാണ് പോയത് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുകൂടി കുളിക്കാൻ നമ്മൾ വേർത്തിട്ടൊന്നുമില്ല. കാരണം അപ്പം എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.